ഹലോ ശ്രീ സുരേഷ് ഗ്രൂപ്പ്. അതെ, ഇത് കേരള പൊളിറ്റിക്സ് ഇന്റർനെറ്റ് ഓർക്കൂർ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. കോട്ടയത്തെ താങ്കളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം? തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ഊർജിതമായിട്ട് നടക്കുന്നു. ഇപ്പോ സ്ഥാനാർത്ഥിയുടെ ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും പര്യടന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്ക്വാഡ് വർക്കുകളും എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അങ്ങനെ ഊർജിതമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്. സുരേഷ് ഗ്രൂപ്പ്, 4 തവണ കോട്ടയം മണ്ഡലത്തിൽ നിന്നും താങ്കൾ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കോട്ടയം മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സഖാവിന് സാധിച്ചിട്ടുണ്ട്? ഒന്ന്, കോട്ടയത്തിന്റെ വികസനത്തിലെ സുപ്രധാനമായ കാര്യം എറണാകുളം കായംകുളം റെയിൽപാത കോട്ടയം വഴിയുള്ളത് വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തുക പൂർണ്ണമായും റെയിൽവേ ബഡ്ജറ്റിൽ ഘട്ടഘട്ടമായി ഉൾക്കൊള്ളിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. അതിന്റെ പണി കാലതാമസം എടുത്തിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ അത് ഉടനെ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ കോട്ടയത്തിന്റെ തെക്കും വടക്കുമുള്ള 2 റെയിൽവേ മേൽപ്പാലങ്ങൾക്കുള്ള തുകയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു. അതിന്റെ സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയായി വരുന്നു. അതും കാലതാമസം കൂടാതെ പൂർത്തീകരിക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിലാണ് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ഡീഇങ്കിങ് പ്ലാന്റ് പുതിയ പണി തുടങ്ങിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ളതും 100 കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്നതുമായിട്ടുള്ള ഒരു പുതിയ പ്ലാന്റാണത്. അതേപോലെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ വിജയം വരിച്ചതും ഈ കാലഘട്ടത്തിലാണെന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസ്, CPWDയുടെ ഓഫീസ് തുടങ്ങിയ കോട്ടയത്ത് വന്നത് ഈ കാലഘട്ടത്തിലാണ്. കൊച്ചിയിലെ ഹോമിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ കെട്ടിടം 5 കോടി രൂപയുടെ പുതിയ കെട്ടിടം നൽകുന്നതും ഈ കാലഘട്ടത്തിലാണ്. അതേപോലെ MP ഫണ്ടിന്റെ സുതാര്യമായ വിനിയോഗം മണ്ഡലത്തിൽ ഉടനീളം നടന്നിട്ടുണ്ട്. ഈ കോട്ടയം മണ്ഡലത്തില് റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ താങ്കൾ എടുത്ത നിലപാടുകളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, അതിൽ എന്തൊക്കെ നിലപാടുകൾ എടുക്കാൻ? റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള റബ്ബറിന്റെ വിലയിടിയുന്ന സമയങ്ങളിലെല്ലാം അതിനുമായി ബന്ധപ്പെടാനും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നടപടിയെടുപ്പിക്കാനും പാർലമെന്റിൽ നിരന്തരം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. മണ്ഡലത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമായിട്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു മൗഢ്യം എനിക്കില്ല. അത് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും എടുക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സമീപനങ്ങളുടെ ഭാഗമായിട്ട് ആ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. ഈ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താണ് കോട്ടയം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത? ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നത് ഈ കുമരകത്തിന് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം കുമരകം ഇന്ന് കോട്ടയത്തിന്റെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമാണ്. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ തുച്ഛമാണ് കുമരകത്ത്. റോഡിന്റേത്, കുടിവെള്ളം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ നോക്കുക. വേമ്പനാട് കായല് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. വൈക്കം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചു വരുന്ന സ്ഥലമാണ്. വൈക്കത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സുരേഷ് ഗ്രൂപ്പ്, ഇടത് വലത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച പ്രതിച്ഛായുള്ള ഇവൻ രാഷ്ട്രീയം വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ലാത്തവർ പോലും സുരേഷ് ഗ്രൂപ്പ് എന്ന സ്ഥാനാർത്ഥിയുടെ പേര് കാണുമ്പോൾ, മുഖം കാണുമ്പോൾ സുരേഷ് ഗ്രൂപ്പ് അനുകൂലമായി ചിന്തിക്കുന്നു. എങ്ങനെ കാണുന്നു കോട്ടയം മണ്ഡലത്തിലെ വിജയ സാധ്യത? കോട്ടയം മണ്ഡലത്തിൽ ഇത്രയും ദിവസമായി വോട്ടർമാരെ ബന്ധപ്പെട്ടതിൽ നിന്ന് നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. വീണ്ടും ഒരിക്കൽ കൂടി വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെ ഘടകകക്ഷികളുടെ LDF ഘടകകക്ഷികളുടെ നിലപാടുകൾ, ഒപ്പം തന്നെ കുറച്ച് സ്വതന്ത്രന്മാർ സുരേഷ് ഗ്രൂപ്പ് എന്ന പേരിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. സുരേഷ് കുറുപ്പ് എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള അമരന്മാര് വീട്ടിൽ പോകും, സുരേഷ് കുറുപ്പ് പാർലമെന്റിലും പോകും. സഖാവ്, മണ്ഡല പുനർനിർണയത്തിൽ ഒരുപക്ഷെ പുതിയ ചില മണ്ഡലങ്ങൾ കൂടി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പില് താങ്കളുടെ സമവാക്യങ്ങളെ അത് എങ്ങനെ ബാധിക്കും? ഒന്ന്, പാലായിൽ UDFന്റെ മണ്ഡലം എന്ന് പറയുന്ന പാല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ KM മാണി 6000 വിശിഷ്ട വോട്ടിന് മാത്രമാണ് വിജയിച്ചിട്ടുള്ളതെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതൊരു വലിയ ഭൂരിപക്ഷമല്ല. പാലായിൽ വളരെ പ്രകടമായ മാറ്റങ്ങളുണ്ട്. കേരളത്തെ MLA എന്ന് പറയുന്നത് നിലവിലുള്ളത് LDFന്റേതാണ്. ഈ 2 മണ്ഡലങ്ങളും ഈ കൂട്ടിച്ചേർക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ സഖാവ്, ഇത് നമ്മൾ കേരള പൊളിറ്റിക്സ് ഓർക്കൂർ ഇന്റർനെറ്റ് കമ്മ്യൂണിറ്റി എന്നാണ് അവിടെയാണ് നമ്മൾ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന യങ് പ്രൊഫഷണൽസ്
അവർക്ക് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ്. തീർച്ചയായിട്ടും താങ്കളുടെ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിലും വളരെ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിൽ വളരെ നന്ദി. എല്ലാവിധ വിജയാശംസകളും ശ്രീ സുരേഷ് കുറുപ്പിന് നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.